ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കുനാഫ. കുനാഫ എന്ന് പറയുമ്പോൾ ഒരു അറേബ്യൻ ഡെസേർട്ട്, അപ്പോൾ അറേബ്യൻ മധുരപലഹാരമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു പ്രൊസീഡിയർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുനാഫ ഡൗ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കാണ്. നമുക്ക് അതിൽ 250 ഗ്രാം മതി. 250 ഗ്രാമിന് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുനാഫ ഡൗ എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഫ്രീലി അവൈലബിൾ ആണ് അല്ല. അപ്പോൾ കായംകുളത്തൊക്കെ തിരക്കിയിട്ട് അവിടെയെങ്കിലും ഇല്ലായിരുന്നു. പിന്നെ ഇത് ആലപ്പുഴ, നമ്മുടെ ഒരു സുഹൃത്ത് ആലപ്പുഴയിൽ നിന്ന് മേടിച്ച് തന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഇതവർ ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. ഫ്രീസറിൽ നിന്ന് ഒരു 3 മണിക്കൂർ 250 ഗ്രാം എടുത്തിട്ട് വെളിയിൽ വെക്കുക. അത് ചെറുതായി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ. അപ്പോൾ ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. അത് കൂടാതെ ഇത് കൊച്ചു കൊച്ചു കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. പിശാത്തി വെച്ച് മുറിക്കാം, അല്ലെങ്കിൽ കത്രിക വെച്ചും. അപ്പോൾ ഈ കുനാഫ ഡൗ ഇത് ഇതുപോലെ മുറിച്ചെടുക്കുക. പിശാത്തി വെച്ചാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് കത്രിക വെച്ചും വേണം കട്ട് ചെയ്യാം. 250 ഗ്രാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ല, ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യണം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറാണ്. അത് കുറേശ്ശെ ഒഴിച്ച് ഇതുകൊണ്ട് മിക്സ് ചെയ്യും. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീഡിയറിലോട്ട് കിടക്കാം. അടുത്ത പ്രൊസീഡിയർ എന്ന് പറയുന്നത് ഒരു ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടത് 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വലിയ പാത്രത്തിലോട്ട് ഇടുക. എന്നിട്ട് പാലിൻ്റെ പകുതി ഒഴിച്ചതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ബാക്കി പാലും കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രീം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊരു പൊറിഞ്ച് പോലെയാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീ നിർത്തണം. കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ക്രീം ചീസ് ഇടുക. ഇതാണ് ക്രീം ചീസ്. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെയാണ്. അത്രയും വേണ്ട, ഒരു 150 ഗ്രാം മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അത് കൂടുതൽ നേരം ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യും. അപ്പോൾ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കുനാഫ ഡൗവിലോട്ട് തിരിയുക. അപ്പോൾ ഇതുപോലെ ഒരു കടായി എടുക്കുക. അതിൽ
കുറച്ച് ബട്ടർ പുരട്ടുക. നല്ലപോലെ അതിൻ്റെ അത് പുരട്ടിയിട്ട് ഇനി ഈ കുനാഫ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഒരു ലെയർ അടുക്കുക. ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊത്തി പൊത്തി ഇനി ഇതിൻ്റെ പുറത്ത് ആ ക്രീം ഒഴിക്കുക. അത് നല്ലപോലെ ഒന്ന് പരത്തുക. അപ്പോൾ ഈ ക്രീം ഇതുപോലെ പരത്തി കഴിഞ്ഞ് ബാക്കിയുള്ള കുനാഫ ഡൗ അതിൻ്റെ പുറത്ത് ഒരു ലെയർ കൂടെ ഇടുക. ഒരു ലെയർ ഇട്ടിട്ട് അത് പതുക്കെ ഇങ്ങനെ കൂടുതൽ അമർത്തരുത്. അപ്പോൾ ഈ ക്രീമൊക്കെ ഇതിൻ്റെ മുകളിൽ വരും. ഇനി നമ്മൾ അടുപ്പത്ത് വെക്കുക. സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് ഒരു മൂടി കൊണ്ട് മൂടുക. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തൊഴിക്കാനുള്ള പഞ്ചസാരപ്പാനി, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നതല്ലായിരിക്കും. നമ്മളൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിന് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, എന്നിട്ട് ഇത് ലായനിയാക്കണം. അടുപ്പത്ത് വെച്ച് ഇത് ലായനിയാക്കണം. പഞ്ചസാര മൊത്തം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി ഒന്ന് കുറുകണം. ഈ ഇച്ചിരി ഒന്ന് കുറുകണമെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒറ്റ നൂൽപ്പരുവൊന്നും ആകേണ്ട കാര്യമില്ല. ഒരിച്ചിരി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഇത്രയൊക്കെ മതി. ഇനി നമുക്കതൊന്ന് തീ ഓഫ് ചെയ്യാം. ഈ സൈഡ് ഒരു 15 മിനിറ്റോളം സിമ്മിൽ കിടന്ന് മറ്റേ ഭാഗവും കൂടെ ആ കളറ് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുക. ഇതിൻ്റെ പുറമേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചസാര ലായനി ഒഴിച്ചാണ് അത് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ പഞ്ചസാര ലായനി ഇട്ട് ഇനി നമുക്കിതൊന്ന് മുറിക്കാം. നമുക്ക് കുനാഫ ഡൗ 500 ഗ്രാം കിട്ടിയതുകൊണ്ട് 250 ഗ്രാം വീതമുള്ള 2 കുനാഫ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ നടുക്ക് ഈ ഭാഗത്ത് നല്ല ക്രീമും ഒക്കെ ആയിട്ടുള്ള കുനാഫ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയൊക്കെ, തിന്ന് നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.